ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയാ, ഞാൻ തന്നെ ഇത് തീർക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പുത്തൻ ബസ്സിൽ നമ്മൾ ഫാമിലി ട്രിപ്പാണ് കേട്ടോ ഗൈസ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു കാര്യങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരികയാണ്. നമ്മൾ KBRൻ്റെ ട്രാഫിക് മോഡ് എനേബിൾ ചെയ്തേക്കാണ് കേട്ടോ ഗൈസ് നമ്മളെ ബസ് സിമുലേറ്ററിൽ. അപ്പം അതിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ഐച്ചറുണ്ട്, നമ്മളൊക്കെ എടുക്കുക, നമ്മളെ 1S, പിന്നെ 2 വെള്ളിമുങ്ങ, ഇതൊക്കെ അതിൽ എനേബിൾ ആയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. 1Sൻ്റെ BS6 ആണ് എടുക്കുന്നത്. അപ്പം 2 പാരജോൻസ് ഉണ്ട് ഗൈസ്, സെറ്റ് വണ്ടികളാണ്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ. ഈ ട്രാഫിക് മോഡ് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. KBRൻ്റെ ഞാൻ ഈ ട്രാഫിക് മോഡിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ പിന്നെ അതിൻ്റെ എങ്ങനെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ബാക്ക് കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ സെഡോണ് പണിതിറക്കിയാണെന്നായിരിക്കും. അപ്പോൾ നമ്മളെ മറ്റേ സെഡോണ് പണിതിറക്കിയാന്ന് തോന്നുന്നു വിചാരിക്കുന്നുണ്ടാവും, കാരണം ആ BS6 അല്ല ഈ വണ്ടി. അപ്പം നമ്മളെ ബീസ്റ്റ്, അപ്പോൾ ഇത് ബീസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയ വണ്ടി വാങ്ങിയെന്ന്. യെസ്, അതെ, പുതിയ വണ്ടി മേടിച്ചു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് അടി ഞാൻ കാണിച്ചു തരാം. അതെ ഗൈസ്, ഒരു വേഗയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗയ്ക്ക് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മാഫിയ എന്നിട്ട് ഇട്ടിട്ട് ഗൈസ്. ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ നമ്മളെല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ട് ഗൈസ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചപ്പോൾ വണ്ടി ഫുൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നു ഗൈസ്. ഈ വണ്ടിക്ക് ഉണ്ടായിന് നമ്മളായിട്ട് ഒരു വർക്കും ഇല്ലേന് ഗൈസ്. പിന്നെ ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റിക്കർ വർക്ക് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട്. എനിക്ക് ഈ വണ്ടി ഇഷ്ടം എന്താ അറിയോ, ഇതിൻ്റെ ലൈറ്റാണ്. ഇത് നമ്മൾ പ്രത്യേകം കസ്റ്റമർ ചെയ്ത ലൈറ്റാണ് കേട്ടോ. ഈ മഞ്ഞ ഗൈസ് പച്ചയാണ്, പക്ഷെ മഞ്ഞായി പോയി, എന്ത് ചെയ്യാനാണ് ഗൈസ്. പ്രത്യേകം കസ്റ്റം ചെയ്ത് ഇറക്കിയ ലൈറ്റാണ് കേട്ടോ ഗൈസ്. പിന്നെ നീബോർഡൊക്കെ ലൈറ്റൊക്കെ നമ്മൾ പ്രത്യേകം കസ്റ്റം ചെയ്ത് ഇറക്കിയാണ്. അപ്പോൾ ട്രാക്ക് മോഡ് വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഒരു ഓണച്ചാണ് കിടില്ല സൗണ്ടല്ല ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല വണ്ടി ഇറക്കട്ടെ ഗൈസ്. പിന്നെ ഒരു ATV വണ്ടിയാണ് ഗൈസ്, അതുകൊണ്ട് ഇറക്കി കിട്ടാൻ കുറച്ച് പണി കിട്ടി. അത്ര പണിയൊന്നും ഉണ്ടായില്ല ഇനി. അപ്പോൾ നമുക്ക് ഇതിൽ കൊമ്പുണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ പോകുന്നു അങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഷെഡിലേക്കാണ്. കാരണം നമ്മളെ BS6 ക്യാപ്റ്റൻ ഇവിടെയാണ് കിടക്കുന്നത് ഗൈസ്, നമ്മളെ പുത്തൻ ബസ്. അപ്പം ന്യൂ ബോയ് ഫുൾ ന്യൂ ബോയ്, എന്ത് ചെയ്യാനാണ് ഗൈസ്, ഒക്കെ ന്യൂ ബോയ്കളായി പോയിട്ട് ഗൈസ്. അപ്പം ഈ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. ഈ വണ്ടി നമ്മൾ ഇതുവരെ ഓരോ വട്ടം പോയില്ല കേട്ടോ ഗൈസ്, വെറുതെ നമ്മൾ ഷെഡ് കിടക്കുന്ന ഒരാഴ്ച. അപ്പം ഒരാഴ്ച ആയിട്ടുള്ള നമ്മൾ ഈ വണ്ടി ഇറക്കിയിട്ട് എന്നാണ് പറയാം. ഒരാഴ്ച മുഴുവൻ ഈ വണ്ടി ഷെഡ് കിടന്ന് വർക്ക് ചെയ്യില്ല എന്ന്. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ഇറക്കിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എവിടെ വെക്കും, നമുക്ക് ഈ വണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു കോണിലായിട്ട് വെക്കാം. അല്ല ഗൈസ്, മിക്കവാറും നമ്മളൊരു മച്ചം എന്ന് പറഞ്ഞിനി സൈഡ് കണ്ടല്ലേ എല്ലാ ലിവറി വർക്കൊക്കെ നമ്മളൊരു മിനിറ്റിനുള്ളിൽ ചെയ്താണ് കേട്ടോ ഗൈസ്. അപ്പോൾ മച്ചാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വണ്ടി ഒന്ന് കിട്ടി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു ഗൈസ്, മിക്കവാറും മതി. അപ്പം അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിവിടെ ഇരിക്കുകയാണ്. 1S ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ 1Sനോട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഉള്ളത്. അപ്പോൾ വണ്ടി എടുത്ത് പോകാൻ വണ്ടിയിൽ പാക്കേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതാർക്ക് നമ്മളെ കൊമ്പൻ അഗൂരി വന്നിട്ടുണ്ട് ഗൈസ്. സോ പോയിക്കോട് അപ്പോൾ പോയി ചെറിയ വർത്താനം പറയാം. നമ്മളെ പാക്കേജ് ഫുള്ളായില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വർത്താനം അറിയാം ഗൈസ്. ട്രാഫിക് മോഡ് ആയതുകൊണ്ട് പഴയ ആഗൂരിയാണ് കേട്ടോ ഗൈസ്. 47 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബാക്ക് കവിളാണ് വരുന്നത്, മറ്റേ Z1 ആണ് പുതിയ ആഗോരിക്ക് വരുന്നത് കേട്ടോ ഗൈസ്. ടയറാണ് നല്ല ഫിനിഷിൽ ചെയ്ത്, ബോഡി കുഴപ്പമില്ല, ഒരു ഒറിജിനാലിറ്റി ലുക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളെ വണ്ടീൻ്റെ വർക്കൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ ഗൈസ്, നമ്മളെ വണ്ടി. അവിടെ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെയൊക്കെ എഴുതി വെച്ച് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ക്യാപ്റ്റൻ എന്നാണ് നമ്മളെ വണ്ടി കിട്ടിയ പേര്. പിന്നെ ലിപ്പൊക്കെ സെറ്റാണ് കേട്ടോ ഗൈസ്.
ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഡിക്കൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ്. പിന്നെ നമ്മൾ ബാക്കിൽ സ്റ്റിക്കറൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി ഉണ്ടായ സ്റ്റിക്കർ തന്നെയാണ്. പിന്നെ മോഡേൺ സിസ്റ്റം ചേഞ്ച് ചെയ്ത് തന്നിട്ട്. അപ്പോൾ അത് ആൾക്കാർക്കൊക്കെ കയറാം. നമ്മളെ ചെറിയ ഇവിടുന്ന് കുറച്ച് ഫാമിലിയാണ് കയറുന്നത്. നമ്മൾ ബാക്കി ഫാമിലിനെ പകുതി വെച്ച് കയറ്റാനാണ് പ്ലാൻ. അപ്പം വണ്ടി എല്ലാവരും കയറി കഴിഞ്ഞ് നമുക്ക് നേരെ വണ്ടി എടുക്കാനുള്ളൂ. അപ്പം വണ്ടി ഓണിലിട്ട് പോവാം. ഡിക്കി ഓഫാണ്, ഇപ്പം നോക്കണ്ട. വണ്ടി എല്ലാം ഓണാക്കിയിട്ട് അപ്പോൾ ഏതായാലും നമുക്ക് നല്ല എടുത്തേക്കാട്ടോ ഗൈസ് വണ്ടി. അപ്പോൾ സൈഡ് ഓണ് നമ്മൾ എടുക്കാൻ പോവാണ്. മോനെ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമ്മൾ വേറെ ലെവലിൽ സെറ്റ് ചെയ്ത് തന്നിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ലെവലാക്കി തന്നെ എടുക്കും. അപ്പോൾ ഏതായാലും ഇൻറ്റീരിയറൊക്കെ നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു. ഇനി നമ്മൾ നേരെ പോകാൻ പോകണം എങ്ങോട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ ഒരു ഏരിയക്ക് പോകണം. ഇവിടുന്ന് നമ്മളെ എല്ലാവരും പിക്ക് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു കൊടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ വോക്കിലും പിന്നെ കുറേ JBLൻ്റെ സൗണ്ട് സിസ്റ്റമൊക്കെ ആണ് കേട്ടോ നമ്മൾ ഈ വണ്ടി ചെയ്തേക്കുന്നത്. പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, സൗണ്ട് കൂട്ടിയിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ ഗൈസ് വണ്ടിയുടെ. അപ്പം നമ്മളെ ഫാമിലിയോട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവരെന്തൊരു ജോലിക്ക് വേണ്ടി കയറിയാണ് ഗൈസ്. ഇതാണ് ഓരോരുത്തരും ഓരോ ജോലിയെന്ന് പേരാണ് ഗൈസ്. അപ്പോൾ എല്ലാവരോടും വണ്ടി കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടി കയറിക്കോളും. അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുക്കാം. അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് നമ്മളെ പുത്തൻ വണ്ടി മോഡാണ് കേട്ടോ ഗൈസ്. ഈ മോഡൽ തന്നെ 1Sൻ്റെ ലിവറിയും വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളെ റൂട്ടിൽ 1Sഉം ആകെ ഒരു കോഡ് ഉണ്ടെന്ന് കേട്ടുന്നുണ്ട്. അപ്പം മിക്കവാറും പോണ വഴി വെച്ച് കാണാൻ മതി. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനായി വയ്യൻ്റെ കാണും. അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ JBL ഓണാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അന്വേഷിച്ച് നല്ലൊരു പാട്ട് ഇതാണ് കണ്ട്. അപ്പം നമ്മൾ അതറിട്ട് JBLൻ്റെ എഫക്റ്റ് ഉണ്ട്. പിന്നെ മനസ്സിലായിട്ടില്ലേ ഇനി എന്ത് തോന്നി ശരിക്ക് ഒരു വേക്കടിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വൈബ് ഏരിയയാണല്ലോ ഗൈസ്. ഞാൻ ശരിക്കും ഷെഡാണ് നോക്കി പോകാനായിട്ട് ഗൈസ്. വൈബ് ഏരിയയാണ് ഗൈസൊക്കെ ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ലേ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പം ഇപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും വേഗം എന്താ സെഡ് വേഗ ആക്കി BMR ആക്കി കൂടെ ചോദിക്കുന്നുണ്ടാവും. കാരണം ഓട്ടോമിക്ക വേഗകളും സെഡ് വേഗയാണ്. പിന്നെ നല്ല ലൈറ്റ് വർക്കില്ല വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു വേഗം മാത്രമേ ഉള്ളൂ നല്ല ലൈറ്റ് വർക്കിൽ വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വേഗം മാത്രമായിട്ട് എടുത്തത്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പം നേരെ കേട്ടത് JBLൻ്റെ എഫക്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി നോക്കി എടുത്ത പാട്ടാണ് ഗൈസ് ഇപ്പം നമ്മൾ കേട്ട്. ഇനി നമുക്ക് വൈബ് ആസ്വദിച്ച് ഞാനങ്ങോട്ട് പോട്ടെ ഗൈസ്. അപ്പം ഇനി നമ്മൾ പോകാൻ വന്ന ഏരിയയിൽ നിന്ന് നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുന്നത്തെത്തിന്ന് പിന്നെ ഒരു കുന്ന് കയറാണ് ഗൈസ്. മല കയറാൻ പോവാണ്. അപ്പം വൈബ് ഏരിയയാണ്. ട്രഷ്മോഡ് കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല വൈബ് ഏരിയയാണ് ഗൈസ്. 3 മോനെ നോക്കിയാലും പറഞ്ഞാൽ നമുക്ക് 1S കുമ്പന ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. കാരണം അവർക്കും ട്രിപ്പ് ഇവിടെ മൂന്നാർക്കാനാണ്. ഇതേ റൂട്ടിൽ കൂടെ തന്നെയാണ്. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ചെറിയ MVD അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ എല്ലാം നമ്മൾ JBL ഓഫാക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം അങ്ങനെ കണ്ട തീർന്ന് പിന്നെ ഒരു രക്ഷയില്ല ഗൈസ്. ഊരിയായിട്ട് കൊടുക്കേണ്ടി വരുമല്ലോ കയ്യിൽ. എന്ത് അവസ്ഥയില്ല ഗൈസ്. നമ്മളെ കേരളത്തിൽ ചെക്കിങ് ഉണ്ടാവാൻ നമുക്ക് ഊരി വെക്കാനൊക്കെ ഉള്ള സെറ്റപ്പിലാണ് നമ്മൾ ഈ ഇത് ചെയ്ത് വെച്ച ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് നമ്മളത് ഓഫാക്കിയത് പെട്ടെന്ന്.
അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ വീഡിയോക്ക് ഇതിലൊരു കറക്കുണ്ടോയെന്ന് അറിയില്ല ഗൈസ്. ഒരു വണ്ടി പോയിട്ടുള്ളൂ ആ സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ അത് ഓഫാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു വണ്ടിയല്ല, 2 വണ്ടി നമ്മൾ ഇറക്കത്ത് വെച്ച ഒരു വണ്ടി കണ്ടിനി. അപ്പോൾ ഭാഗ്യത്തിന് ജെബിലിൻ്റെ സൗണ്ട് അത്ര കുറവായിരുന്നു ഗൈസ്. ഞാൻ സൗണ്ട് കുറച്ചിട്ടായിരുന്നു. എന്ത് ഭാഗ്യമാണ് ഗൈസ്. എന്ത് ഭയത്തിൽ രക്ഷപ്പെട്ടാണ് ഗൈസ്. ഇപ്പോൾ ജെബിയിൽ നമുക്ക് ഊരി വെച്ച സാധാ സ്പീക്കർ ആയിട്ട് ഉണ്ടാവും ഗൈസ്. അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഗൈസ് നമ്മൾ ഈ വണ്ടിക്ക്. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇങ്ങനെ നമ്മളെ ഏരിയക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ വണ്ടി നമുക്ക് വേണ്ട സ്ട്രോപ്പ് ചെയ്യണം ഗൈസ്. വണ്ടി നല്ല രീതിക്ക് ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗൈസ്, വണ്ടി നല്ല രീതിക്ക് ചളിയുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഓ ഗൈസ് കാണാൻ കയറ്റി കൊടുക്കുക പോണ് കൊമ്പൻ. അപ്പം നമ്മളെ ബാക്കിലാണ് ഇട്ട് ഗൈസ് കൊമ്പൻ വന്നേക്കുന്നത്. ജെബിൽ ഓഫാക്കി നന്നായി പോണ MBD. ഒരു വീഡിയോ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ഗൈസ്. നോക്കിയില്ല ഗൈസ്, എന്തോ വെച്ച് രക്ഷപ്പെട്ട്. വരവൻസ് അങ്ങനെ എല്ലാ വണ്ടികളും പോകേണ്ടിട്ട് ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലങ്ങ് പോവാം ഗൈസ്. ഇനി നമ്മൾക്ക് പിടിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മളെ നോക്കാനുള്ള ആൾക്കാരുണ്ട് ഗൈസ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു വണ്ടികളൊക്കെ ഇരുന്ന് നോക്കാം. ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ഇതേപോലെ ട്രാവലർ ഗൈസ്. അപ്പം MPD ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഞാനിപ്പോൾ ഒരു പോക്ക് അങ്ങോട്ട് പോകണം കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം ഗൈസ്. ഇങ്ങനെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചും എല്ലാവരും നോക്കിയാൽ പോരെ ഗൈസ്. ഇതേപോലെ നമ്മളെ കൊമ്പനെ അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ കൊമ്പനെ മാത്രമേ കാണുന്നുള്ളൂ. കൊമ്പൻ പിടിച്ചോ അറിയില്ല, ചാൻസ് കുറവാണ് ഗൈസ്. അങ്ങനെ ഏതായാലും അവർ തന്നെയല്ല പിടിക്കുന്നത്. ഒന്ന് വിട്ട് പിടിക്ക് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഇവിടെ റോഡുണ്ട് ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കുകയാണ്. എവിടെ എത്താന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ പോവാണ് ഗൈസ്. കയറുമ്പോൾ ഒരിക്കലും വെച്ച് ഇങ്ങോട്ട് തന്നെ വേണ്ടി കണ്ടു ഗൈസ്. അപ്പോൾ അതിനുള്ള ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെയൊക്കെ കറങ്ങി അവിടെയൊക്കെ നിൽക്കുക. അവരൊക്കെ അവിടെ പോയി കാണില്ലേ. ഒരു കൂട്ടുകാർ ഇവിടെ ഉണ്ട് ഗൈസ്. ഓരോടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാറ് ഗൈസ്. മോനോടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കുക ഗൈസ്. ഇവിടെയൊക്കെ ജോലി കഴിഞ്ഞ് വരികയാണ് കേട്ടോ ഗൈസ്. പോലീസ് യൂണിഫോം എന്ന് വിചാരിക്കും ഗൈസ്. ഇവിടെയൊക്കെ പാവങ്ങളാണ് ഗൈസ്. അതൊന്നും ഒരു കുഴപ്പമില്ല. അവർ ആസ്വദിക്കട്ടെ ഗൈസ്. അങ്ങനെ ആസ്വാദനമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തിരിച്ചു പോവാണ് കേട്ടോ ഗൈസ്. പിന്നെ അവിടുന്ന് ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ബേജാറില്ല ഗൈസ്. അപ്പം നേരെ MPD ജസ്റ്റ് MPDക്ക് നമ്മളെ വണ്ടി കണ്ടുകൊണ്ടാന്ന് അറിയില്ല. ഇതിലങ്ങനെ ചെറിയ കറക്കുണ്ടോ അറിയില്ല ഗൈസ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിലെങ്ങനെ തന്നെ പോകേണ്ടി ഗൈസ്. അവിടെ കൊമ്പതാ തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആയിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചായിന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കും നേരെ കൊമ്പൻ്റെ ബേക്കിൽ അങ്ങോട്ട് പിടിച്ച് പോവാം. അപ്പോൾ കൊമ്പൻ്റെ ബേക്ക് പിടിച്ച് പോയിട്ട് കാണാം ഗൈസ്. MPD നമ്മളെ പൊക്കിയേക്കാണ്. അപ്പോൾ വണ്ടിയുടെ കറക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ് MPD പൊക്കാനാണെന്ന്. അപ്പോൾ പുതിയ വണ്ടിയാണ്, ചെറിയ വർക്കൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ MPD പോയിട്ടുണ്ട് പോവാണ് ഗൈസ്. ബേക്കടിച്ച് പോവാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഇടിച്ചെന്താന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റ് നീ ഇത് വൈറ്റ് ആയതുകൊണ്ടില്ല കുഴപ്പമാണ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ പോണ ഞാൻ ജസ്റ്റ് തട്ടിയാണ് പറഞ്ഞാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞപ്പോൾ എല്ലാം പോയിട്ട് ഗൈസ്. അപ്പോൾ 30ൻ്റെ പേരിൽ ഒരു 1000 രൂപ കൊടുത്ത് ഫൈൻ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ഗൈസ്. അപ്പം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് നമ്മളെ ബസ്സൊക്കെ ഫുൾ ലൈറ്റ് വർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ പൊക്കം. കാരണം പക്ഷേ ഈ വണ്ടിക്ക് വർക്കില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളെ പിടിച്ചില്ല. അപ്പോൾ ഏതായാലും നമ്മൾ എല്ലാവരും നമ്മളെ ബാക്കിയുള്ള ഫാമിലീസിനൊക്കെ ഇവിടെ ഇറക്കിയിട്ട് വന്നിട്ട് ഗൈസ്. അപ്പോൾ ഒരു പോയിക്കോളും. നല്ല ചളിയുണ്ട് ഗൈസ് വണ്ടിക്ക്, അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.